നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. സ്പാർക്ക് മീഡിയ അവതരിപ്പിക്കുന്ന കാലമേ പാർവതിയോട് പറയൂ എന്ന 101 കവിതകൾ അടങ്ങിയ സമാഹാരത്തിലെ ഒരു കവിതയെക്കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത്. ജീവിതത്തിൻ്റെ താളം, ജീവിതത്തിൻ്റെ ഒഴുക്ക്, ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്ര എല്ലാം സംഗീതമയമാണ്. ഏത് ഭാഷയിലായാലും ഏത് രാജ്യത്തായാലും സംഗീതം, ഗാനം നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന സന്തോഷവും സന്താപവും ദുഃഖവും എല്ലാം വിവിധ തലങ്ങളിലാണ്. ഒരു ഗാനം കേൾക്കാത്ത, അത് ഹിന്ദിയോ ഇംഗ്ലീഷോ മലയാളമോ തമിഴോ തെലുങ്കോ കന്നഡയോ ബംഗാളിയോ ഏതുമാകട്ടെ, ഒരു മനുഷ്യ ഹൃദയത്തിൽ ഒരു ഗാനം ഉണ്ടാക്കുന്ന ചലനം ചെറുതൊന്നുമല്ല, വളരെ വലുതാണ്. അത് നമ്മൾ ആഴത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാവും. നമ്മുടെ മനസ്സിനെ ത്രസിപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ, നമ്മുടെ മനസ്സിൽ ശാന്തമായി ഒഴുകുന്ന പുഴ പോലെ, ഒരു കുളിർ കാറ്റ് പോലെ നമ്മുടെ മുന്നിൽ സംഗീതം ഉണ്ടാക്കുന്ന ചലനങ്ങൾ പറയാവതല്ല. നല്ലതിനെ എവിടെ കണ്ടാലും അഭിനന്ദിക്കുക, നല്ലതിനെ ഉൾക്കൊള്ളുക. ചേറിൽ വളരുന്ന ആമ്പൽപ്പൂവും ചെന്താമരപ്പൂവും എത്ര സൗന്ദര്യമാണ് ചൊരിയുന്നത്. ഈ പ്രപഞ്ചത്തിന് വേണ്ടി, ഈ പ്രകൃതിക്ക് മുന്നിൽ എത്രമാത്രം വലുതായിട്ടുള്ള ചലനങ്ങളാണ് സൃഷ്ടിക്കുന്നത്. നമ്മൾ കണ്ടുകൊണ്ടിരുന്നാൽ കണ്ണെടുക്കാൻ പറ്റാത്ത രീതിയിൽ അതിൻ്റെ സൗന്ദര്യം നമ്മുടെ മനസ്സിനെ ത്രസിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുപോലെയാണ് ഗാനവും. ഒരു ഗാനം നമ്മൾ കേൾക്കുമ്പോൾ അത് ഏത് രാഗത്തിലോ ഏത് ഈണത്തിലോ എങ്ങനെയോ ആവട്ടെ, അതുണ്ടാക്കുന്ന മാനസികമായിട്ടുള്ള പ്രചോദനം, മാനസികമായിട്ടുള്ള സന്തോഷം പറഞ്ഞറിയിക്കാവതല്ല എന്നാണ് എൻ്റെ പക്ഷം. അങ്ങനെ ഞാൻ ഒരു സ്വാതിരുന്നാൾ ഉത്സവത്തിൻ്റെ ഒരു ദിവസത്തെ ഗാനം പുല്ലാങ്കുഴലിലൂടെ കേൾക്കുകയാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഏതാനും മണിക്കൂറുകൾ. കുതിരമാളികയിൽ കുടമാളൂർ ജനാർദ്ദനൻ്റെ പുല്ലാങ്കുഴൽ വാദനം മുഴങ്ങുകയാണ്. സുന്ദരമായ അന്തരീക്ഷം, നിലാവത്ത് നക്ഷത്രങ്ങൾ തിളങ്ങി മിന്നുന്നു. പൂർണ്ണ നിലാവിൽ കുളിച്ചു നിൽക്കുന്ന ഭൂതലം. കുതിരമാളികയിലെ ആ തട്ടിൽ പ്രഗത്ഭനായ പുല്ലാങ്കുഴൽ വാദകൻ കുടമാളൂർ ജനാർദ്ദനൻ്റെ കച്ചേരി അവിടെ നടക്കുകയാണ്. അദ്ദേഹവുമായി 1-2 തവണ സംസാരിക്കാനും കാര്യങ്ങൾ ഗ്രഹിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അവാച്യമായിട്ടുള്ള ആ അനുഭൂതി, ഓരോ കീർത്തനവും അദ്ദേഹം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ചലനങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന സ്വാതിരുന്നാളിൻ്റെ കൃതികൾ, ഓരോന്നും നമ്മുടെ മനസ്സിൽ കോരിയിടുന്ന കുളിർമ പറഞ്ഞറിയിക്കാവതല്ല. പന്നഗേന്ദ്രശയന എന്നുള്ള ആ കീർത്തനമൊക്കെ അതിൽ ആലപിക്കുമ്പോൾ എന്താണ് പറയുക? കൃപയാ പാലയ ശൗരേ കരുണാരസ വാസ കലുഷശ്രീല. ആ ഓരോ കീർത്തനങ്ങളും നമ്മുടെ മനസ്സിൽ, എൻ്റെ മനസ്സിൽ ഉണ്ടാക്കുന്ന ചലനങ്ങൾ പറഞ്ഞറിയിക്കാവുന്നതല്ല. അതേപോലെ ഓരോ കീർത്തനങ്ങളും, കൃഷ്ണ നീ ബേഗനെ, ഓരോ കീർത്തനം, ഓരോ രാഗത്തിലുള്ള ഓരോ കീർത്തനങ്ങളും അന്നത്തെ വർഷങ്ങൾക്ക് മുൻപാണ്. അന്നത്തെ ആ അനുഭവം
ഇന്നും മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ല. അത്രമാത്രം ചേതോഹരമായ, വിസ്മയിപ്പിക്കുന്ന ഒരു കച്ചേരിയായിരുന്നു അത്. അതിശോക്തിയല്ല. ഭാരതരത്നം ലഭിച്ച MS സുബ്ബലക്ഷ്മിയുടെയും ഭാരതരത്നം ലഭിച്ച ഭീംസൻ ജോഷിയുടെയും ഹരിഹരൻ്റെയും ഇന്ത്യയിലെ ഒട്ടുമിക്ക കലാകാരന്മാരുടെയും ലൈവ് കൺസേർട്ടുകൾ കേൾക്കാനും ആസ്വദിക്കാനുമുള്ള സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എത്ര നമ്മൾ മാനസികമായിട്ട് തളർന്നിരിക്കുന്ന അവസരത്തിലും ഒരു കീർത്തനം അല്ലെങ്കിൽ ഒരു ഗാനം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന ചലനങ്ങൾ ചെറുതൊന്നുമല്ല എന്നതാണ് എൻ്റെ വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഗാനം എന്നൊരു കവിത എഴുതിയത്. അതിലെ 1-2 വരികൾ ഞാനിവിടെ പാടാം. സംഗീതമില്ലേ ജീവിതമില്ല, കുയിൽനാദമില്ലേ പ്രകൃതിയില്ല, കാടും മലയും പുഴയുമില്ലേ ജീവിതമില്ല, പ്രകൃതി തൻ കനിവില്ലേൽ ഫലങ്ങളില്ല. സംഗീതമില്ലേ ജീവിതമില്ല, കുയിൽനാദമില്ലേ പ്രകൃതിയില്ല, കാടും മലയും പുഴയുമില്ലേ ജീവനില്ല, പ്രകൃതി തൻ കനിവില്ലേൽ ഫലങ്ങളില്ല. ഇതിനെ തുടർന്നുള്ള ആലാപനവും വിഷ്വൽസും നിങ്ങൾ കാണുക. ഇവിടെ നിർത്തട്ടെ എൻ്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം. സംഗീതമില്ലേ ജീവിതമില്ല, കുയിൽനാദമില്ലേ പ്രകൃതിയില്ല, കാടും മലയും പുഴയുമില്ലേ ജീവനില്ല, പ്രകൃതി തൻ കനിവില്ലേ ഫലങ്ങളില്ല. സംഗീതമില്ലേ ജീവിതമില്ല, കുയിൽനാദമില്ലേ പ്രകൃതിയില്ല, കാടും മലയും പുഴയുമില്ലേ ജീവനില്ല, പ്രകൃതി തൻ കനിവില്ലേ ഫലങ്ങളില്ല. ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടി തൻ വിളയാട്ടമാണ്, ഒന്നുമില്ലായ്മയിൽ നിന്നു സൃഷ്ടി തൻ വിളയാട്ടമാണ്, ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടി തൻ വിളയാട്ടമാണ്. മാനുഷകുലത്തിന് പ്രപഞ്ചം നൽകിയ സമ്മാനം, യുഗയുഗാന്തരങ്ങളായി മാറുന്ന ലോകനിയതികൾ, യുഗയുഗാന്തരങ്ങളായി മാറുന്ന ലോകനിയതികൾ, യുഗയുഗാന്തരങ്ങളായി മാറുന്ന ലോകനിയതികൾ. എങ്ങായാലും എങ്ങനെയായാലും മനസ്സിൻ ലോകത്ത് സംഗീതം കുളിർമഴയായി പെയ്തിറങ്ങുന്നു. എങ്ങായാലും എങ്ങനെയായാലും മനസ്സിൻ ലോകത്ത് സംഗീതം കുളിർമഴയായി പെയ്തിറങ്ങുന്നു. ആശ്രുതി താളലയമാണ് ജീവന്റെ തുടുപ്പിന് കരുത്തായി, ആശ്രുതി താളലയമാണ് ജീവന്റെ തുടുപ്പിന് കരുത്തായി. കാലത്തിൻ വായ്പാട്ടില്ലേ ജീവിതവുമില്ല കരുണയുമില്ല, കാലത്തിൻ വായ്പാട്ടില്ലേ ജീവിതവുമില്ല കരുണയുമില്ല. സംഗീതമില്ലേ ജീവിതമില്ല, കുയിൽനാദമില്ലേ പ്രകൃതിയില്ല, കാടും മലയും പുഴയുമില്ലേ ജീവനില്ല, പ്രകൃതി തൻ കനിവില്ലേ ഫലങ്ങളില്ല. ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിതൻ വിളയാട്ടമാണ്, മാനുഷകുലത്തിന് പ്രപഞ്ചം നൽകിയ സമ്മാനം. യുഗയുഗാന്തരങ്ങളായി മാറുന്ന ലോകനിയതികൾ, യുഗയുഗാന്തരങ്ങളായി മാറുന്ന ലോകനിയതികൾ. എങ്ങായാലും എങ്ങനെയായാലും മനസ്സിൻ ലോകത്ത് സംഗീതം
കുളിർമഴയായി പെയ്തിറങ്ങുന്നു. ആശ്രുതി താളലയമാണ് ജീവന്റെ തുടുപ്പിന് കരുത്തായി. കാലത്തിൻ വായ്പാട്ടില്ലേ ജീവിതവുമില്ല കരുണയുമില്ല. ആശ്രുതി താളലയമാണ് ജീവന്റെ തുടുപ്പിന് കരുത്തായി. കാലത്തിൻ വായ്പാട്ടില്ലേ ജീവിതവുമില്ല കരുണയുമില്ല. സംഗീതമില്ലേ ജീവിതമില്ല, കുയിൽനാദമില്ലേ പ്രകൃതിയില്ല. കാടും മലയും പുഴയുമില്ലേ ജീവനില്ല. പ്രകൃതി തൻ കനിവില്ലേ ഫലങ്ങളില്ല. ഒന്നുമില്ലായ്മയിൽ നിന്നു സൃഷ്ടിതൻ വിളയാട്ടമാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നു സൃഷ്ടിതൻ വിളയാട്ടമാണ്. മാനുഷകുലത്തിന് പ്രപഞ്ചം നൽകിയ സമ്മാനം. മാനുഷകുലത്തിന് പ്രപഞ്ചം നൽകിയ സമ്മാനം. മാനുഷകുലത്തിന് പ്രപഞ്ചം നൽകിയ സമ്മാനം. സംഗീതമില്ലേ ജീവിതമില്ല, കുയിൽനാദമില്ലേ പ്രകൃതിയില്ല. കാടും മലയും പുഴയുമില്ലേ ജീവനില്ല. പ്രകൃതൻ കനിവില്ലേ ഫലങ്ങളില്ല. സംഗീതമില്ലേ ജീവിതമില്ല.